ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂരിലെ ഏറ്റവും ബ്രാൻഡ് ന്യൂ മന്തി സ്പോട്ടിലാണ്. അപ്പൊ ഇതാണ് തൃശ്ശൂർ കാഞ്ഞാണി റോഡിലുള്ള റൂഹി മന്തി. കുറച്ച് ദിവസമായി നമ്മുടെ കുറച്ച് പ്രേക്ഷകർ പറയുന്നു, ബ്രോ ഇവിടെ പോയി ഒന്ന് കഴിച്ചു നോക്കൂ, ഇവിടത്തെ ഒരു വീഡിയോ ചെയ്യൂ, അതേപോലെ മറ്റു ബ്രാൻഡഡ് മന്തികളെ പോലെ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. തൃശ്ശൂരിലെ ഫേമസ് മന്തി സ്പോട്ടിലില്ലാത്ത ഒരു പ്രത്യേകത ഇവിടെ ശ്രദ്ധിച്ചത് ഇവരുടെ ഈ ഒരു ടീ ആൻഡ് സ്നാക്സ് കൗണ്ടർ ആണ്. പിന്നെ ഇതിന്റെ തൊട്ട് പിന്നിൽ ഇവരുടെ ഓപ്പൺ കിച്ചന്റെ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. ഇവരുടെ ജ്യൂസസും മോക്ടെയിൽസും ഒക്കെ ഉണ്ടാക്കുന്ന അതിന്റെ മറ്റേ എക്സ്റ്റൻഷൻ ഉള്ളിലേക്ക് ഇവരുടെ മെയിൻ ഫുഡ് ഉണ്ടാക്കുന്ന സെക്ഷനായിട്ടും ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൗണിന്റെ ആ തിക്കും തിരക്കിൽ നിന്നും മാറിയത് കൊണ്ട് ഇവിടെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് ഇഷ്ടം പോലെ കാർ പാർക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇവരുടെ ഓപ്പൺ കിച്ചൺ ആണ്. തൊട്ടടുത്ത് തന്നെ ഇവരുടെ മെയിൻ റിസപ്ഷൻ ഡെസ്ക് ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു ഹ്യൂജ് ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇപ്പോഴത്തെ ടിപ്പിക്കൽ മന്തി റെസ്റ്റോറൻറ്റ്സിൽ കാണുന്ന പോലെ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതും കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിലാണ് ഇവിടെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇപ്പോഴത്തെ ഒരുവിധം എല്ലാ മന്തി ഷോപ്പിലുള്ള പോലത്തെ വളരെ കൂൾ, കംഫി ആൻഡ് കോസി ആംബിയൻസ് ആണ്. അതായത് നല്ല പ്ലഷ് സീറ്റ്സും നല്ല കംഫർട്ടബിൾ ടേബിൾസ് ഒക്കെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ താഴെയും മുകളിലും എയർ കണ്ടീഷൻ സ്പേസ് ആണ്. അതുകൊണ്ട് ഫാമിലിയിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർക്കും അതേപോലെ സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. കുറച്ചും കൂടി സ്പേഷ്യസ് സീറ്റിംഗ് അറേഞ്ച്മെന്റും അതേപോലെ മജ്ലിസ് ഏരിയ ഒക്കെ മുകളിലാന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്തായാലും മുകളിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അധികം സ്റ്റീപ്പ് അല്ലാത്ത നല്ല കംഫർട്ടബിൾ വുഡൻ സ്റ്റെയർ കേസ് ആണ്. മുകളിലെത്തിയപ്പോ എൻറ്റയർലി വേറൊരു ഡിഫറെന്റ് ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇവിടെ ഇൻഡിവിജ്വൽ കുഷ്യൻ സീറ്റ്സ് ആണ്, താഴത്തെ പോലെ സോഫാസ് അല്ല. പിന്നെ ഇവിടെ ഉള്ളിലേക്ക് നാച്ചുറൽ ലൈറ്റ് വരുന്ന രീതിയിൽ നല്ല ഹ്യൂജ് ഗ്ലാസ് പെയിൻ വിൻഡോസ് ആണ്. പിന്നെ ഇവിടെ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് മജ്ലിസ് സീറ്റിംഗ് ഏരിയയിൽ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല കംഫർട്ടബിൾ കോസി കുഷ്യൻഡ് ബെഡ് പോലെയുള്ള രണ്ട് നല്ല നീറ്റ് ആൻഡ് ടൈഡി മജ്ലിസ് ഏരിയാസ് ഉണ്ട്. ഇവിടെ കുഷ്യൻഡ് ബെഡ് പോലെ ഒരു സർഫസ് ആയതുകൊണ്ട് ഇരുന്ന് കഴിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. മറ്റു ചിലടത്ത് കാണുന്ന പോലെ താഴത്ത് കാർപ്പറ്റ് വിരിച്ചൊരു ഏരിയ അല്ല. ഇതുകൂടാതെ ഇവർക്കൊരു ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെയും കൂടി ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയും ശരിക്കും ഒരു പ്രൈവറ്റ് ഡൈനിങ്ങിന് ഒരു ഐഡിയൽ സ്പേസ് ആണ്. അതായത് നല്ല കാറ്റോ അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഒന്ന് കഴിക്കാൻ നല്ലൊരു വൈബായിരിക്കും. പക്ഷെ ഈ ചൂടത്ത് ഇവിടെ നിന്ന് കഴിച്ചാൽ നമ്മളും ഒരു പക്ഷെ അൽഫാമായി പോവും. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിൽ തന്നെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം. ഇവരുടെ മെനുവിൽ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കാതെ വുഡ് ആൻഡ് ചാർക്കോൾ ഉപയോഗിച്ചാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന്. അതേപോലെ നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലായിടത്തും ഉള്ള പോലെ ഇവർക്കൊരു ചിക്കൻ മന്തി, മട്ടൻ മന്തി, ബീഫ് മന്തി, ഷവായ് മന്തി ഉണ്ട്. പിന്നെ ഇവരുടെ സ്പെഷ്യൽ അൽഫഹാം മന്തികളും വരുന്നുണ്ട്. അതിൽ ഇവരുടെ കുറച്ച് സ്പെഷ്യൽ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ട്. ഇത് കൂടാതെ ബിരിയാണി ഉണ്ട്. അപ്പൊ മന്തി ഇഷ്ടമില്ലാത്തവർക്ക് ബിരിയാണി പ്രിഫർ ചെയ്യാം. പിന്നെ അതേപോലെ ഫലൂഡ, ഫ്രൂട്ട് സാലഡ്, ലസ്സി, ഐസ്ക്രീം, ഫ്രഷ് ജ്യൂസ്, മൊഹിത്തോസ്, മിൽക്ക് ഷേക്സ്, ടീ, കോഫി എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് സിഗ്നേച്ചർ ഡിഷസും കുറച്ച് ബെവറേജസും ആണ് ഓർഡർ ചെയ്തത്. അധികം താമസിയാതെ തന്നെ ആദ്യം എത്തിയത് ഇതിലേക്കുള്ള സൈഡ് ഡിഷസ് ആണ്. ഇവരുടെ 3 ഡിപ്സ് എത്തിയിട്ടുണ്ട്, സാലഡ് എത്തിയിട്ടുണ്ട്, പിന്നെ ഒരു ബിരിയാണി എത്തിയിട്ടുണ്ട്, അതിന്റെ കൂടെ റൈത്തയും പിക്കിളും എത്തിയിട്ടുണ്ട്, പിന്നെ ഇവരുടെ ഷവായി എത്തിയിട്ടുണ്ട്, അതിനുശേഷം മന്തി റൈസും എത്തിയിട്ടുണ്ട്. റൈസ് വന്നപ്പോഴത്തേക്കും നല്ലൊരു ആവി പറക്കുന്ന ഒരു അരോമ കിട്ടിത്തുടങ്ങി. അപ്പൊ ഇതാണ് ഇവരുടെ മന്തി റൈസിന്റെ ഫുൾ പോർഷൻ വരുന്നത്. കുറച്ചൊരു കളേർഡ് ഫ്ലേവേർഡ് മന്തി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വളരെ സെലക്റ്റീവ് ഫ്ലേവേഴ്സ് ഓർഡർ ചെയ്തതുകൊണ്ട് ഇവര് തന്നെയാണ് ഫുൾ പോർഷൻ മന്തി റൈസ് സജസ്റ്റ് ചെയ്തത്. പിന്നെ ഇവർ സജസ്റ്റ് ചെയ്ത 2 സിഗ്നേച്ചർ ഫ്ലേവറിലുള്ള അൽഫാംസും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ മന്തിയിലേക്ക് ആ മയണൈസ് ഒഴിച്ച് കുഴച്ച് ഇതിലേക്ക് സാൽസ ഡിപ്പ് ഒഴിക്കുന്നതിന് മുമ്പ് ഇവരുടെ സിഗ്നേച്ചർ മസാല ഷവായിൽ നിന്നും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് കണ്ടിട്ട് നല്ലൊരു ടെംപ്റ്റിംഗ് മസാല കോട്ടിംഗ് ഉള്ള ഷവായി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ക്വാർട്ടർ പോർഷൻ ഈ റേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യത്തിന് ഒരാൾക്ക് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി വരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ഷവായി ചിക്കൻ ആണ്. അപ്പൊ നമുക്ക് ആ മസാല ഷവായിൽ നിന്നും ഒരു ചെറിയ പീസ് എടുത്ത് ഇതിലെ മസാലയുടെ ഫ്ലേവർ മാത്രം അറിയാനായിട്ട് മറ്റു ഡിപ്സ് കൂട്ടാതെ ഇവരുടെ മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, ഒരു വെറൈറ്റി ഫ്ലേവർ ആണ്. അതായത് ചിക്കൻ പെരട്ടിലൊക്കെ ഉള്ള ഒരു മൈൽഡ് സ്പൈസി മസാല ഫ്ലേവർ ആണ്.
അടുത്തത് നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ മസ്താനി അൽഫാമിന്റെ ഒരു ക്വാർട്ടർ പോർഷൻ ആണ്. വാഴയിലയിൽ ചുട്ടെടുക്കുന്ന ഇവരുടെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ ഫ്ലേവർ ഒക്കെ മെനുവിൽ നന്നായി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ മാത്രം കിട്ടുന്ന ഒരു യുണീക്ക് ഫ്ലേവർ ആണെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഇവിടെ മറ്റുള്ളിടത്ത് പോലെയല്ല, ശരിക്കും ആ അരപ്പ് എടുത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരാൾക്ക് കഴിക്കാനുള്ള ഇനഫ് ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് ഈ മന്തിയും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ലൊരു അടിപൊളി സ്വീറ്റ് ആൻഡ് സ്പൈസി ഫ്ലേവർ ആണ്. അതായത് ഹണിയുടെ സ്വീറ്റ്നെസ്സും പിന്നെ ഒരു സ്പൈസി ഗാർലിക് ഫ്ലേവറും വരുന്നുണ്ട്. അടുത്തത് വാഴയിൽ ചുട്ടെടുക്കുന്ന ഇവരുടെ മറ്റൊരു സ്പെഷ്യൽ ഫ്ലേവർ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇവരുടെ കാന്താരി അൽഫാമിന്റെ ക്വാർട്ടർ പോർഷൻ വരുന്നത്. ശരിയാണ്, മറ്റു പലയിടത്തൊന്നും കാണുന്നത് പോലെയല്ല. കാന്താരി മുളകിന്റെ നല്ലൊരു തിക്ക് അരപ്പ് തന്നെ വരുന്നുണ്ട്. നല്ലൊരു സ്പൈസി ടേസ്റ്റ് ആയിരിക്കും, കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ചെറിയ കഷ്ണം പൊട്ടിച്ച് ആ മന്തിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ആഹാ, ആ കാന്താരി മുളകിന്റെ ആ പുകച്ചില് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇത് കഴിച്ചിറക്കുമ്പോഴാണ് ആ പുകച്ചില് ഫീൽ ചെയ്യുന്നത്. ഇത് സ്പൈസി ഫുഡ് ലവേഴ്സിന് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. സാധാരണഗതിയിൽ മന്തി ഹൗസസിൽ ബിരിയാണി കിട്ടുന്നത് വളരെ റെയർ ആണ്. ഫാമിലി ആയി വരുന്നവർക്ക് എല്ലാവർക്കും മന്തി ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പൊ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ, ബീഫ്, മട്ടൻ ബിരിയാണി അവൈലബിൾ ആണ്. നമ്മൾ ഇവരുടെ ചിക്കൻ ബിരിയാണിയുടെ ഒരു ഹാഫ് പോർഷൻ ആണ് വാങ്ങിയത്. ഹാഫ് പോർഷൻ ആണെങ്കിലും ഇതിൽ അത്യാവശ്യത്തിന് 3 മീഡിയം ചിക്കൻ പീസസ് വരുന്നുണ്ട്. മൊരിഞ്ഞ ഉള്ളിയുടെ ഗാർണിഷിംഗ് വരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ നാച്ചുറൽ ഫുഡ് കളർ ഉണ്ടോ എന്നൊരു സംശയം. റൈസ് ഒക്കെ നല്ല ഫൈൻ ക്വാളിറ്റി ബിരിയാണി റൈസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ചിക്കന്റെ കഷ്ണം പൊട്ടിച്ചെടുത്ത് ഇതിന്റെ കൂടെ വരുന്ന കുറച്ച് റൈത്ത എടുത്ത് അതിനു മുമ്പ് ഇതിലുള്ള ചെറിയ ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഒരു മന്തി ഹൗസിൽ കിട്ടാവുന്ന നല്ല ഡീസന്റ് ദം കുക്ക് ബിരിയാണി തന്നെയാണ്. സത്യത്തിൽ കഴിക്കുന്നതിനിടയിൽ ബെവറേജസ് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അവിടെ കസ്റ്റമേഴ്സിന്റെ തിരക്ക് കാരണം ബെവറേജസ് ലാസ്റ്റ് ആണ് എത്തിയത്. ഇവരുടെ ഫ്ലേവേർഡ് ലൈം ജ്യൂസ് മസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓർഡർ ചെയ്തതാണ് ഈ 2 ഫ്ലേവേഴ്സ്. അപ്പൊ ഇത് ഇവരുടെ ഓറഞ്ച് ലൈമാണ്. അതൊരു സിപ്പ് എടുത്ത് നോക്കാം. കൊള്ളാം, നല്ല നാച്ചുറൽ ഫ്ലേവറിലുള്ള നല്ല തേഴ്സ്റ്റ് ക്വെൻച്ചിങ് ലൈം തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവരുടെ ഗ്രേപ്പ് ലൈം ആണ്. ഇതിന് 2 ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്. നല്ല തേഴ്സ്റ്റ് ക്വെൻച്ചിങ് ചിൽഡ് ഗ്രേപ്പ് ലൈം പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. 2ഉം നല്ല നാച്ചുറൽ ഫ്ലേവറിലുള്ള ഫ്രഷ് ലൈം ജ്യൂസ് തന്നെയാണ്. കുറച്ച് നാളായിട്ട് എവിടെയും അങ്ങനെ ഒരു ചോക്ലേറ്റ് ഷേക്കോ ഡെസേർട്ടോ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പൊ ഇവിടെ ചോക്ലേറ്റ് ഷേക്കും ഒരു ഫലൂഡയുമാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ഇതാണ് ഇവരുടെ ഫലൂഡ സ്പാനിഷ്. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. 2-3 സ്കൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മുകളിലത്തെ സ്കൂപ്പ് ഒന്ന് എടുത്ത് കഴിച്ചു നോക്കാം. കണ്ടിട്ട് ഒരു ചോക്ലേറ്റ് ഫ്ലേവർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല സ്പാനിഷ് ഡിലൈറ്റ് ഫ്ലേവർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെറുതെ അല്ല ഇതിന്റെ പേര് അങ്ങനെയായത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡിഗ് ചെയ്ത് നോക്കാം. കോൺഫ്ലേക്സ് വരുന്നുണ്ട്, കട്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട്. കുറച്ചും കൂടി ഡീപ്പായി ഡിഗ് ചെയ്തപ്പോ വാനില ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. അതിന്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സും വരുന്നുണ്ട്. കുറച്ചും കൂടി ഡീപ്പായി ഡിഗ് ചെയ്തപ്പോ സ്ട്രോബെറി ഫ്ലേവറും കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഫലൂഡ തന്നെയാണ്. പിന്നെ ഒരു ചോക്കഹോളിക് ആയതുകൊണ്ട് ഞാൻ തന്നെ പേഴ്സണലി ഓർഡർ ചെയ്തതാണ് ഈ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് വിത്ത് ഐസ്ക്രീം. ഈ റേറ്റ് നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ആണ്. ആഹാ, നല്ല കിഡിലൻ ചോക്ലേറ്റ് ഷേക്ക്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐസ്ക്രീം നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയുടെ ആണോ അതോ ഇനി ബെൽജിയൻ ചോക്ലേറ്റിന്റെ ഷേക്ക് ആണോ എന്നറിയില്ല. നല്ല കിഡിലൻ ഷേക്ക് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വേറിട്ടൊരു മന്തി എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ബ്രാൻഡഡ് മന്തികളുടെ കൂടെ കിടപിടിക്കുന്ന രീതിയിലുള്ള മന്തി തന്നെയാണ് ഇവിടെ കഴിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്ലേവർ നോക്കുമ്പോൾ ഇവിടെയാണ് കുറച്ചും കൂടി പേരിട്ടിരിക്കുന്നത് പോലെ തന്നെ ആ ഫ്ലേവർ കറക്റ്റായി കിട്ടുന്നുണ്ട്. അതിപ്പോ ഇവരുടെ കാന്താരി ആയാലും മസ്താനി ആയാലും. അപ്പൊ ഇനി തൃശ്ശൂരിലത്തെ മന്തി ലവേഴ്സിന് 4ാമത്തെ ഒരു ജെനുവിൻ മന്തി സ്പോട്ടും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അതായത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ 4ാമത്തെ കുഴിമന്തി സ്പോട്ട്. മട്ടനോ ബീഫ് മന്തിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിൽ വരുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയി വന്ന് ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഗ്രൂപ്പായി വരുമ്പോ മന്തി താല്പര്യമില്ലാത്തവർക്ക് ബിരിയാണിയും അവൈലബിൾ ആണ്. പിന്നെ പാർക്കിങ്ങിനെ കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനും വേണ്ട. കാരണം പുറത്തെ പാർക്കിംഗ് കൂടാതെ ഇവർക്ക് ഉള്ളിലും ഈ ഒരു വിശാലമായ പാർക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.